നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഇന്ന് അധികാരമേൽക്കും. 14 പുതുമുഖങ്ങളടക്കം 20 UDF മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചടങ്ങിനെത്തും. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തലസ്ഥാനത്തെത്തും. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം മതിയെന്നാണ് ലോക് ഭവൻ അറിയിച്ചിരിക്കുന്നത്. 7 രാഷ്ട്രീയ കുടുംബങ്ങൾ ക്യാബിനറ്റ് പദവിയിലേക്ക്. മുൻ മന്ത്രിമാരടക്കമുള്ള പ്രമുഖരായ 6 രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും ഒരു സിറ്റിംഗ് MP-യുടെ ഭാര്യയും ഒരുമിച്ച് ക്യാബിനറ്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നതാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന് ആചരിക്കും. ഇന്ന് തിങ്കളാഴ്ച ദുൽഖഅദ് 30 പൂർത്തീകരിച്ച് മെയ് 19-ന് ചൊവ്വാഴ്ച ദുൽഹജ്ജ് 1-ഉം മെയ് 28-ന് വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കും. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന തമിഴ്നാട്ടിലെ ദ്രാവിഡ കക്ഷികൾ എടുക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധം. ഹിന്ദി ഭാഷ ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ഹിന്ദി നിർബന്ധമായും ഇന്ത്യക്കാർ പഠിച്ചിരിക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരളകൗമുദി പത്രമാണ് പുതിയതായി സ്ഥാനമേറ്റ രമേശ് ചെന്നിത്തലയുടെ ഈ വിവാദ ഡയലോഗ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയെ അറിയണമെങ്കിൽ ഹിന്ദി പഠിച്ചിരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ഹിന്ദി അധ്യാപകനായിട്ടാണ് രമേശ് ചെന്നിത്തല ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മരിച്ച സോനയുടെ കുടുംബം. ഭർത്താവ് രജിൻലാലും സോനയും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അപകടത്തെപ്പറ്റി പല സംശയങ്ങളും ഉണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. സോനയുടെ വീട്ടുകാരുമായി രജിൻലാൽ അടുപ്പം പുലർത്തിയിരുന്നില്ല. കാറിന്റെ പിൻവശത്ത് സോന ഇരുന്ന ഭാഗത്തു നിന്നാണ് തീ ഉയർന്നത്. പൊട്ടിത്തെറി ഉണ്ടായതും ദുരൂഹമാണെന്ന് കുടുംബം പറയുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുറഞ്ഞ ശമ്പളവും കഠിനമായ തൊഴിൽ സാഹചര്യങ്ങളും കാരണം യുവ ഡോക്ടർമാർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. 70% അന്യസംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ കുടിയേറുന്നുവെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമിതിയുടെ റിപ്പോർട്ട്. 58.7% പേരുടെയും ലക്ഷ്യം വിദേശ രാജ്യങ്ങളാണ്. 4000-ൽ പരം ഡോക്ടർമാർ ഓൺലൈൻ സർവേയിൽ പങ്കെടുത്തു. നാഷണൽ കൺവീനറും IMA മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സുൽഫി നൂഹു ചെയർമാനായ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. യുവ ഡോക്ടർമാർക്ക് ശരാശരി 30,000 രൂപയിൽ താഴെ മാത്രമാണ് ശമ്പളമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2.81%-നും നിർബന്ധിത സർവീസ് ബോണ്ടാണ്. വിദേശ പഠനം പൂർത്തിയാക്കിയെത്തുന്നവർക്ക് സ്റ്റൈപ്പൻഡുമില്ല. PG റെസിഡന്റുമാർക്ക് സ്റ്റൈപ്പൻഡ് കൃത്യമല്ല. ഹൗസ് സർജൻസിക്ക് ശേഷവും സ്പെഷ്യലിസ്റ്റ്, സൂപ്പർ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്കുള്ളവർക്കും അർഹമായ വേതനമില്ലെന്നും പല ആശുപത്രികളിലും ശമ്പളം കൃത്യമല്ലെന്നും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കർണാടകയിലെ കൊല്ലൂരിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മലയാളികൾക്ക് ജീവൻ നഷ്ടമായി. കോട്ടയം പാലാ സ്വദേശികളായ ജ്യോതി, ആര്യ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ ഈ അപകടം സംഭവിച്ചത്. കുടജാദ്രിയിൽ ദർശനം കഴിഞ്ഞ് ജീപ്പിൽ കൊല്ലൂരിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലൂരിനടുത്തുള്ള ദളിയിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പും എതിരെ വന്ന ലോറിയും ശക്തമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി എടയന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി റൂബി K. ജോസിന്റെ മുൻപാകെ തുടങ്ങും. ഒന്നാം സാക്ഷി കീഴൂർ റിയാസ് മൻസിലിൽ K. റിയാസിനെ ഇന്ന് വിസ്തരിക്കും. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങുന്നത്. 2018 ഫെബ്രുവരി 12-ന് രാത്രി ചായക്കടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളായ കീഴൂർ റിയാസ് മൻസിലിൽ റിയാസ്, നൌഷാദ്, ഇസ്മായിൽ, മൊയ്തീൻ എന്നിവർക്കും പരിക്കേറ്റു. 3 തവണ ബോംബെറിഞ്ഞാണ് അക്രമം നടത്തിയത്. ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയെന്ന കേസിൽ CPM DYFI പ്രവർത്തകരായ തില്ലങ്കേരി ലക്ഷ്മി നിലയത്തിൽ MP ആകാശ് എന്ന ആകാശ് തില്ലങ്കേരി, പഴയപുരത്തിൽ രജിൻരാജ്, കൃഷ്ണനിവാസിൽ ദീപ്ചന്ദ്, തയ്യുള്ളത്തിൽ TK അസ്കർ, മുട്ടിൽ വീട്ടിൽ K. അഖിൽ, പുതിയപുരയിൽ PP അൻവർ സാദത്ത്, നിലാവിൽ C. നിജിൻ, PK അഭിനാഷ്, A. ജിതിൻ, സാജ് നിവാസിൽ K. സഞ്ജയ്, രജത് നിവാസിൽ K. രജത്, KV സംഗീത്, K. ബൈജു, KP പ്രശാന്ത്, AP സനീഷ്, മുട്ടിൽ AK സുബിൻ, കേളോത്ത് V. പ്രജിത്ത് എന്നിവരാണ് പ്രതികൾ. പാലക്കാട് കുമാരനെല്ലൂർ കള്ളിക്കുന്നിൽ അങ്കണവാടിക്ക് സമീപം 6 അടി വലിപ്പമുള്ള ചേര ഏകദേശം അതേ വലിപ്പമുള്ള മറ്റൊരു ചേരയെ വിഴുങ്ങി. അരമണിക്കൂറോളം എടുത്തായിരുന്നു വിഴുങ്ങൽ. അപൂർവ കാഴ്ച.
NCV ചാനൽ ക്യാമറാമാൻ മനോജ് പുലാശ്ശേരി ക്യാമറയിൽ പകർത്തി. പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ശുപാർശകൾ പുതിയ സർക്കാർ റദ്ദാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ശുപാർശ ചെയ്ത് പരാതികളുടെ പേരിൽ ഗവർണർ ഒപ്പുവെക്കാത്തതുമായ ഉത്തരവുകൾ തിരിച്ചെടുക്കാൻ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ആവശ്യപ്പെടും. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്വീഡൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിമാനകരമായ റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി ആദരിച്ചു. സ്വീഡന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ ഈ അവാർഡ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, രാഷ്ട്രതന്ത്രജ്ഞത, ആഗോള സഹകരണം എന്നിവയിലെ മികച്ച സംഭാവനകളെ അംഗീകരിക്കുന്നു. ഭാരതം നെതർലൻഡ് പുതിയ കരാറുകളിലൂടെ ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത് സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ വൻ കുതിച്ചുചാട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതർലാൻഡ് പ്രധാനമന്ത്രി റോബ് ജെറ്റനും നടത്തിയ പ്രതിനിധിതല ചർച്ചകളിൽ ഇത്തരത്തിൽ 17 സുപ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. വ്യാപാരം, പ്രതിരോധം, സെമികണ്ടക്ടറുകൾ, ഗ്രീൻ എനർജി, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലായാണ് ഈ കരാറുകൾ. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം NTAയിലെ ഉന്നതരിലേക്ക്. കേസിൽ അറസ്റ്റിലായ അധ്യാപിക മനീഷ ഗുരുനാഥിന്റെ 14 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ അധ്യാപകരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് CBIയുടെ നീക്കം. അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷവും ചോർന്നു എന്ന സംശയവും CBIക്കുണ്ട്. 1971 യുദ്ധത്തിൽ ഇന്ത്യ യുദ്ധക്കളത്തിൽ വിജയം വരിച്ചെങ്കിലും ചർച്ചാമേശയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് ഹിമാചൽ പ്രദേശ് ഗവർണർ കവിന്ദർ ഗുപ്ത. അന്നത്തെ സർക്കാരിന് സംഭവിച്ച ഗുരുതരമായ തെറ്റുകളുടെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഷിംല കരാർ ഒപ്പുവെച്ച മേശയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഗവർണറുടെ പരാമർശം. ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിൽ 90,000-ലധികം പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത്. അവരെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് എന്താവശ്യവും നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നുവെന്നും എന്നാൽ അവരെ വെറുതെ വിട്ടയക്കുകയാണ് ചെയ്തതെന്നും കവിന്ദർ ഗുപ്ത പറഞ്ഞു. മധ്യപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയം വാഗ്ദേവി ക്ഷേത്രമാണെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധിക്ക് പിന്നാലെ ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുള്ള സരസ്വതി വിഗ്രഹം തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി. വിഗ്രഹം വീണ്ടെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ഇതിനായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി മോഹൻ യാദവ് വ്യക്തമാക്കി. പ്രശസ്ത തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് K. രാജൻ അടയാർ നദിയിൽ ചാടി ജീവനൊടുക്കി. 85 വയസ്സായിരുന്നു. ഹോട്ടലിലേക്ക് പോകുന്നതിനിടെ കാർ നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടുവെന്നും പുറത്തിറങ്ങി പാലത്തിൽ നിന്ന് ചാടിയെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുടുംബ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കുറച്ചുനാളായി സ്വകാര്യ ഹോട്ടലിലായിരുന്നു താമസം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോയ്പേട്ട ആശുപത്രിയിലേക്ക് മാറ്റി. ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടന്റ് സൃഷ്ടാവും മുൻ മിസ് പൂനെ ട്വീഷ ശർമ്മയും അമ്മയും നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ പുറത്ത്. അവസാന നാളുകളിൽ അവർ അനുഭവിച്ച വൈകാരിക സംഘർഷത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു ഈ ചാറ്റുകൾ. നോയിഡയിൽ നിന്നുള്ള ട്വീഷ ശർമ്മയെ മെയ് 12 രാത്രി ഭോപ്പാലിലെ കത്താറ ഹിൽസ് പ്രദേശത്തെ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 2025 ഡിസംബറിൽ മരണത്തിന് ഏകദേശം 5 മാസം മുമ്പ് ഭോപ്പാലിൽ നിന്നുള്ള അഭിഭാഷകനായ സമർത്ഥ് സിംഗിനെ അവർ വിവാഹം കഴിച്ചു. തൂങ്ങി മരിച്ചതാണ് മരണകാരണമെന്ന് ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ശരീരത്തിൽ 1-ലധികം മുറിവുകൾ ഉണ്ടെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി. വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരോപിച്ച് താൻ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ പറ്റി ഭർത്താവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ട്വിഷ ഗർഭം അലസിപ്പിച്ചതായും ആരോപണമുണ്ട്. കുടുംബം നീതി ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിക്ക് പുറത്ത് ഞായറാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തി. ഡൽഹി എയിംസിൽ പുതിയ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണമെന്ന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ നടത്തില്ലെന്നും കുടുംബം വ്യക്തമാക്കി. മുസ്ലിം പള്ളികളിലെ ലൗഡ് സ്പീക്കറുകൾക്ക് വിലക്കേർപ്പെടുത്തിയ ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അടിച്ചൊതുക്കി. അതുപോലെ കൊൽക്കത്തയിലെ തിൽജിയൻ പ്രദേശത്ത് സർക്കാർ ഭൂമി കയ്യേറി വീടുകളും കടകളും നിർമ്മിച്ചവർക്കെതിരെ നടത്തിയ ബുൾഡോസർ നടപടിക്കെതിരെയും യുവാക്കൾ പ്രതിഷേധിച്ചിരുന്നു. ഇവരെയും പോലീസ് അടിച്ചൊതുക്കുകയും ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. 1996 ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച 30 വർഷത്തെ ചരിത്രപരമായ ഗംഗാജല പങ്കുവയ്ക്കൽ കരാർ ഈ വർഷം ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ ഭാരതത്തിനെതിരെ ഭീഷണിയുമായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP സർക്കാർ. ഭാരതവുമായുള്ള സൗഹൃദത്തിന്റെ ഭാവി ഗംഗാജല കരാർ പുതുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് BNP സർക്കാരിന്റെ ഭീഷണി. ബംഗ്ലാദേശിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന പുതിയ കരാർ അടിയന്തരമായി ഒപ്പിട്ടില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാവുമെന്ന് പരസ്യ മുന്നറിയിപ്പുമായാണ് BNP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ നൽകിയത്.
ഞായറാഴ്ച മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിൽ നടത്തിയ വ്യോമ പ്രദർശനത്തിനിടെ 2 US യുദ്ധവിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വ്യോമത്താവളം അടച്ചുപൂട്ടേണ്ടി വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇരാഹോയിൽ നടന്ന ഗൺ ഫൈറ്റർ സ്കൈസ് എയർ ഷോയ്ക്കിടെയാണ് അപകടമുണ്ടായത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വിവാഹമോചനം, ശൈശവ വിവാഹം തുടങ്ങിയ വിഷയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വിവാദപരമായ പുതിയ കുടുംബ നിയമം അവതരിപ്പിച്ചു. ഇത് മനുഷ്യാവകാശ പ്രവർത്തകരിലും അന്താരാഷ്ട്ര നിരീക്ഷകരിലും ആശങ്ക ഉളവാക്കുന്നു. ഇണകൾ തമ്മിലുള്ള വേർപിരിയലിന്റെ തത്വങ്ങൾ എന്ന തലക്കെട്ടുള്ള 31 ആർട്ടിക്കിളുള്ള നിയന്ത്രണം താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുന്ദ്സാദ അംഗീകരിച്ചു. അടുത്തിടെ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അഫ്ഗാൻ ബ്രോഡ്കാസ്റ്റർ അമു TV റിപ്പോർട്ട് ചെയ്തു. ശൈശവ വിവാഹം, ഇണകളെ കാണാതായത്, വ്യഭിചാര ആരോപണങ്ങൾ, വിശ്വാസത്യാഗം, നിർബന്ധിത വേർപിരിയൽ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുതിയ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും വിമർശിക്കപ്പെട്ട ഒരു വ്യവസ്ഥയിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു കന്യകയായ പെൺകുട്ടിയുടെ മൗനം വിവാഹത്തിനുള്ള സമ്മതമായി കണക്കാക്കാമെന്ന് പറയുന്നു. എന്നാൽ ഒരു ആൺകുട്ടിയുടെയോ മുൻപ് വിവാഹിതയായ സ്ത്രീയുടെയോ മൗനം യാന്ത്രികമായി സമ്മതമായി കണക്കാക്കാൻ ആവില്ലെന്നും നിയന്ത്രണം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.